നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഒരു അപകടം മുന്നിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചതിന് ശേഷമോ ആയിരിക്കും നമുക്കൊരു തിരിച്ചറിവുണ്ടാവുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്ന്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാമാണ് BLS എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 4th പാർട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചോക്കിങ്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ കാര്യങ്ങളായിരുന്നു അതിൽ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുക, അല്ലേ? ഇത് മുൻനിർത്തിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് തന്നെ. അതായിട്ടുള്ളൊരു കാര്യമാണ് ചോക്കിങ്. അതായത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാം? ഈ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എപ്പോൾ നമുക്കിങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉറക്കെ ചിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ്. അപ്പോൾ അതന്നെയാണ് ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല. മെയിൻ ഒരു കാരണം, ഇങ്ങനെ നമ്മൾ ഉറക്കെ ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നെങ്കിൽ, ഉറക്കെ ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ആണെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റ് 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണ് മേപ്പോട്ട് ആക്കിയിട്ട് അങ്ങനെ സ്തംഭിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്ന്. അപ്പോൾ അത് നമ്മളെങ്ങനെ കൺഫേം ചെയ്യുക? ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്കത് ചോക്കിംഗ് ആണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അവർ കൈ അങ്ങനെ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് മേലോട്ട് കണ്ണ് തുറപ്പിച്ചിട്ട് മേലോട്ട് നോക്കി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചോക്കിംഗ് ആണ്. അതായത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ്, അതായത് എമർജൻസി കെയർ നമ്മൾ ആദ്യം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അവർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് അവർക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് ചെല്ലുക. അവർക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇതിന് വേണ്ടിയിട്ടുള്ള കെയർ ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം. വേറൊരാൾ, പുറത്തുനിന്നുള്ള ഒരാൾ തന്നെ അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞാൽ ഓടി അവരുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് ഹേംലിക് മാനുവർ എന്ന് പറയുന്നത്. നെഞ്ചസ്ഥിൻ്റെയും പൊക്കിളിൻ്റെയും നടുവിലായിട്ട് നമ്മുടെ ഒരു കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് അവിടെ വയ്ക്കുക. അതിൻ്റെ മേലെ നമ്മുടെ വേറൊരു കൈയും കൂടെ അവരുടെ പുറകിലൂടെ നമ്മൾ മുൻവശത്തോട്ട് കൈ ഇട്ടിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ആ ഭാഗത്ത് എവിടെയാണ്? പൊക്കിളിൻ്റെയും മേലെയും, അതായത് നെഞ്ചസ്ഥിൻ്റെ താഴെയും, ഈ 2 ഭാഗങ്ങൾക്കും ഇടയിൽ നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്തിനാണ് നമ്മൾ അവിടെ പിടിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഡയഫ്രം, അതായത് നമ്മുടെ വയറിനെയും നമ്മുടെ നെഞ്ചിനെയും നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവർ എണീറ്റ് നിൽക്കുമായിരിക്കും. കൈ അങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണ് തുറപ്പിച്ച് അവർ നിൽക്കുമായിരിക്കും. ഓടിച്ചെന്ന് അവരുടെ പുറകുവശത്ത് നിൽക്കുക. പുറകുവശത്ത് നിന്നിട്ട് അവിടെ 2ൻ്റെയും കാലിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഒരു കാല് കയറ്റി വയ്ക്കുക. എന്തിനാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്? അതായത് ഇങ്ങനെ ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രീത്തിങ് നഷ്ടമാവാനും അവർ കുഴഞ്ഞു വീഴാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കുഴഞ്ഞു വീഴുന്ന സമയത്ത് അവരുടെ തല നിലത്ത് ഇടിക്കരുത്. അപ്പോൾ ആ ഒരു അപകടം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാലങ്ങനെ വെക്കുന്നത്. അവരെ കുഴഞ്ഞു വീഴുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ തല ഇടിക്കാതെ കിടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കാല് മുന്നിലോട്ട് വെച്ചിട്ട് അവരുടെ പുറകിൽ ചേർന്ന് നിൽക്കുക. എന്നിട്ട് അവരുടെ നെഞ്ചസ്ഥിക്ക് താഴെയും പൊക്കിളുടെ നടുവിലുമായിട്ടുള്ളത്, അത് നമ്മുടെ നെഞ്ചിനെയും വയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഡയഫ്രം എന്നൊരു പാർട്ടാണ് അവിടെ ഉള്ളത്. ആ ഡയഫ്രത്തിൽ നിന്നാണ് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടത്. അവിടെ പ്രഷർ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ ഒരു 5 പ്രാവശ്യം മേലോട്ടേക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന സമയത്താണ് വായു മേലോട്ട് പോകുകയും ഈ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന
അതിൽ പ്രഷർ വന്നിട്ട് അത് മേപ്പോട്ട് വായയിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ബലത്തിൽ, അതൊരു 5 പ്രാവശ്യമാണ് നമ്മൾ പൊതുവെ പ്രഷർ കൊടുക്കാറുള്ളത്. ഈ 5 പ്രാവശ്യം പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഈ വായയിൽ അങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന സാധനം വായ വഴി പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതാണ് നമ്മൾ ചോക്കിങ് വന്നാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതും ഫലപ്രദമായില്ല, അവർ കുഴഞ്ഞു വീണു, നിലത്ത് കിടന്ന് നമ്മൾ ഉടൻ എന്താണ് ചെയ്യേണ്ടത്? CPR സ്റ്റാർട്ട് ചെയ്യുക. CPR ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് ശരിക്കും ചോക്കിങ് സംഭവിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ ഒരു ജീവൻ, നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു ജീവൻ നമുക്ക് സംരക്ഷിക്കാനും അല്ലെങ്കിൽ നിലനിർത്താനും എളുപ്പമാണ്. മക്കൾക്കാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നതെങ്കിലോ ചോക്കിങ് സംഭവിക്കുന്നെങ്കിലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഇതിലും ഭയങ്കര റിസ്ക്കാണ്. അവർക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുഞ്ഞു മക്കളാണ്, അവരുടെ എണീറ്റ് നിൽക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കണ്ണ് തുറിക്കുകയും ശരീരം മൊത്തം നീല നിറമാകുകയും അവർക്ക് മരണം സംഭവിക്കുകയുമാണ് ചെയ്യൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണം? അങ്ങനെ കുഞ്ഞു മക്കൾക്കാണ് ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു ചോക്കിങ് എന്നൊരു അവസ്ഥ വരുന്നത് എങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യണം അവരുടെ അടുത്ത് ഓടിച്ചെന്നിട്ട് ഇത് നമ്മൾ കമഴ്ത്തി ഇങ്ങനെ എടുത്ത് കയ്യിലോട്ട് ഇങ്ങനെ കിടത്തുന്നിട്ട് അവരുടെ തല കുറച്ചിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അവരെ കഴുത്തൊന്ന് താങ്ങി പിടിച്ച് ഇതിങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അവർ കഴുത്ത് താഴ്ത്തി പിടിക്കുക. മൂക്കൊന്നും അമർത്തരുത്, കാരണം ഓൾറെഡി ഒരു ബ്രീത്തിങ് പ്രോബ്ലത്തില്ല. അങ്ങനെ പിടിക്കുക. അവരുടെ 2 തോളസ്ഥികളുടെ നടുവിലായിട്ട് നമ്മൾ പ്രഷർ 5 പ്രാവശ്യം തട്ടിക്കൊടുക്കുക. 1 2 3 4 5 ഇങ്ങനെ തട്ടിക്കൊടുക്കുക. പെട്ടെന്ന് തന്നെ വലത്തെ കയ്യിലോട്ട് വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ, അതായത് അവരുടെ നെഞ്ചസ്ഥിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമ്മൾ അവരുടെ ഹാർട്ടിൻ്റെ ഭാഗത്ത് 2 വിരൽ ഉപയോഗിച്ച് 1 2 3 4 5 ഇങ്ങനെ CPR കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ കമഴ്ത്തി കിടത്തിയിട്ട് നമ്മൾ തട്ടിക്കുക. 1 2 3 4 5 ഇങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ CPR കൊടുക്കുക. അങ്ങനെ ഈ ഹോസ്പിറ്റലിലോട്ട് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ 2 പ്രൊസീജിയറും ചെയ്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവൻ നമുക്ക് പെട്ടെന്ന് നിലനിർത്താൻ കഴിയും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വായിൽ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകുകയും അവർക്ക് ജീവൻ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും.